നമസ്കാരം. ഇവിടെ കെ.സി. വേണുഗോപാൽ കഴിഞ്ഞ ദിവസം വയനാട്ടിൽ നടത്തിയ ഒരു പ്രസംഗം വയനാട്ടിലെ 3 സീറ്റുകളും UDF പിടിച്ചിരിക്കും. അതോടൊപ്പം തന്നെ ഈ അധികാരത്തിലേറിയാൽ ആദ്യത്തെ പരിഗണന നൽകുക എപ്പോഴും ഇവിടെ നടക്കാൻ പോകുന്ന വയനാട് പുനരധിവാസ പദ്ധതിക്കായിരിക്കും എന്നുള്ളതാണ്. നമുക്കറിയാം, മുഖം രക്ഷിക്കാനാണോ എന്താണോ എന്നറിയില്ല, വയനാട് പുനരധിവാസ പദ്ധതിക്കായി AICC 1 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന സാഹചര്യമുണ്ട്. 1 കോടി. അതായത് ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വയനാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ ഫണ്ട് പിരിവ്, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം, ഇത്രയ്ക്ക് ഈ പറയുന്ന കെ.സി. വേണുഗോപാലിന് അവരുടെ മുന്നിൽ പോയി നിന്നുകൊണ്ട് ഇങ്ങനെയൊരു അഭിപ്രായം വെച്ച് കാച്ചാൻ എത്രത്തോളം തൊലിക്കട്ടിയുണ്ട് എന്നുള്ളതാണ്. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നുള്ളത് നമുക്ക് ആലോചിക്കാം. ഇവിടെ അവരൊരു പഠന ശിബിരം പോലെ ഒരു പരിപാടി വയനാട്ടിൽ വെച്ചാണ് അവർ നടത്തുന്നത്. വയനാട്ടിലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി അവിടെ നമ്മൾ ആലോചിച്ച് നോക്കൂ, അവിടുത്തെ ഏറ്റവും മുന്തിയ ഒരു ഹോട്ടൽ തന്നെ തിരഞ്ഞെടുക്കുന്നു, അവിടുത്തെ ഒരു ഹാൾ തിരഞ്ഞെടുക്കുന്നു. കോടിക്കണക്കിന് രൂപയാണ് അവിടെ അവരുടെ കോൺഗ്രസിനെ UDF എങ്ങനെ വളർത്താം എന്നുള്ളത് സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി അവർ തിരഞ്ഞെടുത്തത്. വയനാട് ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ സമയത്തും വയനാട്ടിലുള്ള വീടില്ലാത്ത നിരവധി ജനങ്ങൾ ഇവിടെ വാടക വീടുകളിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യമായിരുന്നു. അവർക്ക് വേണ്ടി വീട് വയ്ക്കാൻ വേണ്ടി യൂത്ത് കോൺഗ്രസ്സുകാർ പണം പിരിച്ച് കയ്യിൽ വെച്ചിരിക്കുന്ന സമയമായിരുന്നു. അവർക്ക് വീട് വയ്ക്കാൻ വേണ്ടി KPCCക്കാർ 350 കോടിയോളം രൂപ പിരിച്ച് കയ്യിൽ വെച്ചിരിക്കുന്ന സമയമായിരുന്നു. എന്നാൽ ഇതൊന്നും, ഈ പറയുന്ന തുകകളൊന്നും തന്നെ ഇപ്പോൾ KPCCയുടെയോ ഈ പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെയോ അക്കൗണ്ടിൽ ഇല്ല. അതായത് വി ഡി സതീശൻ്റെയും സണ്ണി വക്കീലിൻ്റെയും പേരിൽ എടുത്തിരിക്കുന്ന ഒരു ജോയിൻ്റ് അക്കൗണ്ടിൽ അങ്ങനെ ഒരു പണമേ ഇല്ല, 1 രൂപ പോലും ഇല്ല എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതുമായി ബന്ധപ്പെട്ട യാതൊരു വിവരങ്ങളും സത്യവാങ്മൂലത്തിൽ പോലും കൊടുത്തിട്ടില്ലാത്ത സാഹചര്യവുമുണ്ട്. അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യം അനുസരിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ കെ.സി. വേണുഗോപാലിന് നാണമില്ലേ അവിടെ പോയി നിന്നുകൊണ്ട് വീണ്ടും ഞങ്ങൾ അധികാരത്തിൽ കയറിയാൽ അടുത്ത 6 മാസം കൊണ്ട് വയനാടുകാർക്ക്, വയനാട്ടിലെ ചൂരൽമല മുണ്ടക്കൈ നിവാസികൾക്ക് വീട് വെച്ചു കൊടുക്കുമെന്ന് പറയാൻ? എന്തൊരു ഉളുപ്പില്ലായ്മയാണ്, ആലോചിച്ച് നോക്കൂ. ഇപ്പോഴും അറിയില്ല. ആ വയനാടുകാർ നേരെ തിരിഞ്ഞു നിന്ന് ഒരു ചോദ്യം ചോദിച്ചാൽ, എവിടെയാണ് നിങ്ങൾ ഞങ്ങൾക്ക് വീട് വെച്ച് തരാൻ വേണ്ടി കരുതി വെച്ചിരിക്കുന്ന തുക എന്നൊരു ചോദ്യം ഈ കെ.സി. വേണുഗോപാലിനോട് ചോദിച്ചാൽ കെ.സി. വേണുഗോപാൽ കൈ മലർത്തി കാണിക്കുകയുള്ളൂ. സണ്ണി വക്കീലിന് പോലും ഒരു മറുപടിയില്ല. KPCCയുടെ അധ്യക്ഷനായിരിക്കുന്ന ഒരാൾക്ക് പോലും അതിന് മറുപടി കൊടുക്കാനില്ല. ഇനി മുഖ്യമന്ത്രി കുപ്പായം തയ്ച്ചു വെച്ചിരിക്കുന്ന വി.ഡി. സതീശൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ കയ്യിൽ പോലും കൊടുക്കാൻ ഒരു മറുപടിയില്ല. അപ്പം മറുപടികളില്ലാത്ത പ്രസംഗങ്ങൾ നടത്തുക. ഇനിയും ഈ പറയുന്ന 6 മാസം കൊണ്ട് എവിടെ നിന്നെടുത്തിട്ടാണ് ചെയ്യാൻ പോകുന്നത്? 6 മാസത്തിൽ അധികാരത്തിലേറി കഴിഞ്ഞാൽ ഇവർ ചെയ്യാൻ പോകണം എന്തായിരിക്കും? ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, CMDRF എന്ന് പറയുന്ന ഒരു ഈ തുക ഒരിക്കലും പിണറായി വിജയൻ്റെ പേഴ്സണൽ അക്കൗണ്ട് അല്ല, ഇതൊരു സംസ്ഥാന സർക്കാരിൻ്റെ അക്കൗണ്ടാണ്. അതിനിപ്പം ആര് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്നാലും ആ തുക അവിടെയുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ആ തുക അവർക്ക് മുഖ്യമന്ത്രിക്ക് ചെലവഴിക്കാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ഈ പറയുന്ന ദുരിതാശ്വാസത്തിന് വേണ്ടി ചെലവഴിക്കാനുള്ള തുകയാണ്. ഇവിടെയാണ് നമ്മൾ കെ.സി. വേണുഗോപാലിൻ്റെ തന്ത്രപരമായ മറ്റൊരു മൂവ്മെൻറ്റിനെ നമ്മൾ കാണേണ്ടത്. അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ ഞങ്ങൾ 6 മാസം കൊണ്ട് ചെയ്തു തരും എന്നാണ് കെ.സി. വേണുഗോപാൽ പറഞ്ഞിരിക്കുന്ന ഒരു രീതി. ശരി, ആ അധികാരത്തിൽ ഏറിക്കഴിഞ്ഞാൽ ആരുടെ മുഖ്യമന്ത്രി ആയിരിക്കും സ്വാഭാവികമായും കേരളത്തിനുണ്ടാവുക? നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, UDF ഒരു മുഖ്യമന്ത്രി ആയിരിക്കും ശരിക്കും അധികാരത്തിൽ ആ സമയത്ത് കേരളത്തിൽ ഉണ്ടാവുക. അങ്ങനെ വന്നാൽ ആരായിരിക്കും അവിടെ വീട് വെച്ച് കൊടുക്കുന്നത്? സർക്കാരായിരിക്കും വീട് വെച്ച് കൊടുക്കുന്നത്, അല്ല കോൺഗ്രസ് പാർട്ടി ആയിരിക്കില്ല. അവിടെയാണ് വ്യത്യാസം കിടക്കുന്നത്. അതായത് UDF അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ UDF മുഖ്യമന്ത്രിയും UDF സർക്കാരും ഉണ്ടാകും. മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്കായി അപ്പോൾ വീട് വെച്ചു കൊടുക്കുന്നത് സർക്കാരായിരിക്കും, അല്ലാതെ കോൺഗ്രസുമായി അതിന് യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അങ്ങനെയാണെങ്കിൽ അപ്പോഴും നമ്മുടെ മുന്നിൽ ആ ചോദ്യമുണ്ട്. കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ സംഘടന കേരളത്തിൽ നിന്ന് പിരിച്ചെടുത്തു എന്ന് പറയപ്പെടുന്ന ആ വലിയ തുക എവിടെയാണ്, ആരുടെ അക്കൗണ്ടിലാണ്, എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം അപ്പോഴും ബാക്കിയുണ്ടാവും. കാരണം എന്തായിരിക്കും? ഇവിടെ CMDRF നിന്നായിരിക്കും അവർക്ക് പുനരധിവാസത്തിന് വേണ്ടിയിട്ട് പണം ചിലവാക്കുക. സർക്കാരിൻ്റെ കെയർ ഓഫിലായിരിക്കും അവർക്ക് വേണ്ടി വസ്തുക്കൾ ഏറ്റെടുക്കുക. അപ്പോൾ നമുക്കിപ്പോൾ ഏറെക്കുറെ തീരുമാനമായിട്ടുണ്ടല്ലോ, കുന്നംപറ്റ എന്ന് പറയുന്ന സ്ഥലത്ത് കോൺഗ്രസ്സുകാർ അപ്പോൾ നടത്തിയത് രാഷ്ട്രീയ പ്രേരിതമായ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമുണ്ടായിരുന്ന ഒരു തന്ത്രമായിരുന്നു എന്ന്. അത് വാസ്തവമല്ലേ? അത് തന്നെയാണ് വാസ്തവം എന്ന് പറയേണ്ടി വരും. അത് മാത്രമാണ് വാസ്തവം എന്ന് പറയേണ്ടി വരും.
ജനങ്ങളുടെ കണ്ണിൽ തൽക്കാലത്തേക്ക് പൊടിയിടാൻ വേണ്ടി മാത്രം നടത്തിയ ഒരു കുറ്റകരമായ ഒരു നാടകം. നരേന്ദ്രമോദി പോലും കേരളത്തിലെ വയനാട്ടിൽ വന്ന് കാണിച്ചിട്ടില്ലാത്ത അത്രയും ഭീകരമായ നാടകമാണ് ഈ പറയുന്ന രാഹുൽ ഗാന്ധിയും ഈ KC വേണുഗോപാലും അടക്കമുള്ള പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ള ആൾക്കാർ കാണിച്ചത്. ഇവരെല്ലാം ദേശീയ നേതാക്കളാണല്ലോ കാണിച്ചു. അത് അങ്ങനെ തന്നെ പറയേണ്ടി വരും. എന്നിട്ട് ഏറ്റവും ഒടുവിൽ ഇതിൻ്റെ ബാധ്യത സർക്കാരെന്ന് പറയുന്ന സർക്കാരിൻ്റെ തലയിലേക്ക് തന്നെ എത്തിച്ചേരും. അതായത് കോൺഗ്രസ് അല്ലെങ്കിൽ UDF അധികാരത്തിൽ കയറി അതായിരിക്കും സംഭവിക്കുക. അതേസമയം ഞങ്ങൾ അധികാരത്തിൽ കയറിയാലും ഇല്ലെങ്കിലും ഞങ്ങൾ വീട് പൂർത്തീകരിക്കും 6 മാസത്തിനകത്ത് എന്ന് പറയുന്നതായിരുന്നു ശരിക്കും അവർക്ക് നൽകേണ്ടിയിരുന്ന വാഗ്ദാനം. അപ്പോൾ സർക്കാർ ചെലവിൽ കാര്യങ്ങൾ ഓടിക്കാൻ വേണ്ടി ഇവിടെ ഒരു ചെറിയ മൂവ്മെൻറ്റ് ഒരു പ്രഖ്യാപനം നടത്തി എന്നതിനപ്പുറത്തേക്ക് ആ പ്രഖ്യാപനത്തിന് യാതൊരു സാധുതയും കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് യാതൊരു ബാധ്യതയുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി അടുത്ത കാര്യം, ഇനിയിപ്പോൾ പറഞ്ഞല്ലോ അവിടെ വിജയിക്കാൻ പോകുന്ന കാര്യം പറഞ്ഞു. അവിടെ 3 മണ്ഡലങ്ങളിലും, അതായത് മാനന്തവാടി, സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ, ഈ 3 മണ്ഡലങ്ങളിലും ഇവിടെ ജയിക്കാൻ പോകുന്നത് UDFൻ്റെ സ്ഥാനാർത്ഥിയായിരിക്കും. അവരെ ജയിപ്പിക്കണം എന്നുള്ളതാണ് പറഞ്ഞു വയ്ക്കുന്നത്. നമുക്കറിയാം വയനാട്ടിലെ മാനന്തവാടിയിലെ PK ജയലക്ഷ്മി എന്ന് പറയുന്ന ഒരു വനിതാ നേതാവ്, കോൺഗ്രസിൻ്റെ വനിതാ നേതാവ് കഴിഞ്ഞ 2 തവണയായി അവിടെ നിരന്തരം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു നേതാവാണെന്നുള്ള കാര്യവും നമുക്കറിയാം. ഈ PK ജയലക്ഷ്മി 2016-ലും 2021-ലും പരാജയപ്പെട്ടു. പിന്നെ കേളുവിനോട് തന്നെയാണ് പരാജയപ്പെട്ടിരിക്കുന്നത്. 2021 ഏകദേശം 9282 വോട്ടുകൾക്ക് പരാജയപ്പെട്ടു. അതിനു മുൻപ് പരാജയപ്പെട്ടത് എപ്പോഴാണ്? എത്ര വോട്ടുകൾക്കാണ്? ഇതിൽ താഴെ ഏകദേശം 7000-ൽ ചില്ലുവാനം അല്ലെങ്കിൽ 6000-ൽ ചില്ലുവാനം വോട്ടുകൾക്കാണ് PK ജയലക്ഷ്മി എന്ന് പറയുന്ന സ്ഥാനാർത്ഥി അവിടെ മാനന്തവാടിയിൽ പരാജയപ്പെട്ടത്. എന്നാൽ തൊട്ടടുത്ത തവണ പരാജയപ്പെടുമ്പോൾ ആ പിന്നെ OR കേളുവിൻ്റെ ഭൂരിപക്ഷം 9000 എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഉയർത്തിക്കൊടുക്കാൻ അന്നാട്ടിലെ കോൺഗ്രസ്സുകാർക്ക് കഴിഞ്ഞു എന്നുള്ളത് PK ജയലക്ഷ്മി തന്നെ വ്യക്തമാക്കിയതാണ് കഴിഞ്ഞ ദിവസം. എന്തായിരുന്നു ജയലക്ഷ്മി പറഞ്ഞത്? ജയലക്ഷ്മി പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, അവരുടേതായ അടിച്ചു വെച്ച പോസ്റ്ററുകളെല്ലാം തന്നെ പുഴയിൽ ഒഴുകി നടക്കുന്ന അവസ്ഥയിലായിരുന്നു. പുഴയിലാണ് ഒട്ടിച്ചു വെച്ചത്. ആലോചിച്ച് നോക്കൂ. അതായത് കൂടെ നിൽക്കുന്നവരുടെ ചതി നമ്മൾ മനസ്സിലാക്കണം എന്നുള്ള കാര്യം അവിടെ നിന്നുകൊണ്ട് PK ജയലക്ഷ്മി വ്യക്തമാക്കി. ഇപ്പോൾ PK ജയലക്ഷ്മി അല്ല അവിടെ സ്ഥാനാർത്ഥി. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ ഒരു തന്ത്രപരമായി ഒപ്പം നടന്നുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ നേതാവിനെ വഞ്ചിച്ചു, ചതിച്ചു. മന്ത്രിയായിരുന്ന സമയത്ത് അവർക്കെതിരായി നിരവധി അഴിമതി ആരോപണങ്ങൾ PK ജയലക്ഷ്മിക്കെതിരായി ഉണ്ടായിരുന്നു. എങ്കിൽ തന്നെ അതുകൊണ്ട് ഒരു ബലത്തിലാണ് 2016-ൽ അവർ പരാജയപ്പെടുന്നത്. പിന്നീട് 2021-ൽ അവരെ പരാജയപ്പെടുത്തിയത് OR കേളു ആയിരുന്നില്ല, മറിച്ച് കോൺഗ്രസ്സുകാർ തന്നെയായിരുന്നു. അവർ പറയുന്നൊരു അനൗൺസ്മെൻറ്റ് വാഹനങ്ങൾ കൃത്യമായി അറേഞ്ച് ചെയ്ത് സമയക്രമം പാലിച്ച് വണ്ടി ഓടിച്ചില്ല. അതിന് പകരം എന്ത് ചെയ്തു? ഈ വാഹനങ്ങളെല്ലാം പല തണലിലും അവിടെ മരത്തിൻ്റെ ചുവട്ടിലും റോഡിന് തെരുവിലുമൊക്കെ വണ്ടി കൊണ്ട് നിർത്തിയിട്ട് ഈ അനൗൺസ്മെൻറ്റിന് പോകുന്ന ആളുകൾ കിടന്നുറങ്ങുകയായിരുന്നു. അത്രയ്ക്ക് നിരുത്തരവാദപരമായി തനിക്കെതിരായി പ്രവർത്തിച്ച ഒരു രാഷ്ട്രീയക്കാരാണ് കോൺഗ്രസ്സുകാർ, തനിക്കൊപ്പമുള്ളവർ എന്ന് PK ജയലക്ഷ്മി വളരെ വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ അർത്ഥം എന്താ? അപ്പോൾ ചില സ്ഥാനാർത്ഥികളോട് ഇവിടെ ഡീലിൻ്റെ കാര്യമൊന്നും അല്ല നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വന്തം പാർട്ടിക്കാരെ വഞ്ചിക്കാൻ പോലും മടിയില്ലാത്തവരാണ് കോൺഗ്രസ് പാർട്ടിക്കാരെന്നുള്ള അതല്ലേ അതിൻ്റെ വ്യക്തമായ കാരണം. അനൗൺസ്മെൻറ്റ് വാഹനങ്ങൾ കൃത്യമായി ഓടിച്ചില്ല, അവിടെ പോസ്റ്ററുകൾ കൃത്യമായി ഒട്ടിക്കാതെ അത് പുഴയിൽ ഒഴുക്കിക്കളഞ്ഞു. ഇതേ ആരോപണം തന്നെയല്ലേ കഴിഞ്ഞ തവണ വട്ടിയൂർക്കാവിൽ നിന്ന് ഉയർന്നു വന്നത്. വട്ടിയൂർക്കാവിലെ സ്ഥാനാർത്ഥിയായിരുന്ന വീണ എസ് നായർ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി പിന്നീട് കാണുന്ന കാഴ്ച എന്തായിരുന്നു? അവരുടെ അടിച്ചു വെച്ചിരുന്ന പോസ്റ്ററുകളെല്ലാം കൊണ്ടുവന്ന് അത് അവരുടെ ഒരു ചാല കമ്പോളത്തിൽ കൊണ്ടുവന്ന് മറിച്ച് വിൽക്കാൻ നോക്കുന്നതല്ലേ കണ്ടത്? തൂക്കി വിൽക്കാൻ നോക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താ? വട്ടിയൂർക്കാവിലും അപ്പോൾ കോൺഗ്രസ് പാർട്ടിക്കാർ തന്നെ പാലം വലിക്കുന്ന സമീപനമല്ലേ ഉണ്ടായത്. അപ്പോൾ സ്വന്തം പാർട്ടിക്കാർ ഉയർന്നു വരാൻ പോലും ആ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടി പോലും പരിശ്രമിക്കാൻ താല്പര്യമില്ലാത്ത പ്രാദേശിക ഘടകങ്ങളുള്ള നാടാണ് കേരളം. അല്ലെങ്കിൽ വയനാട് പോലെ മാനന്തവാടി പോലെ ഒരു മണ്ഡലത്തിൽ. ഇനിയും അടുത്ത മണ്ഡലം നമുക്ക് നോക്കിയാൽ സുൽത്താൻ ബത്തേരി. ബത്തേരിയെ സംബന്ധിച്ചിടത്തോളം എന്ത് പ്രയോജനമാണ് ശരിക്കും ബത്തേരിയിലെ ആ ഒരു നേതാവിനെ കൊണ്ടുള്ളത്? IC ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഇപ്പോൾ സ്ഥാനാർത്ഥി. കഴിഞ്ഞ കാലത്ത് IC ബാലകൃഷ്ണൻ ഉണ്ടാക്കി വെച്ച പ്രസക്തി എന്തായിരുന്നു, അല്ലെ പ്രശസ്തി എന്തായിരുന്നു? അതൊരു കുപ്രസിദ്ധി അല്ലായിരുന്നു ഉണ്ടായിരുന്നത്. NM വിജയൻ എന്ന് പറയുന്ന അവിടുത്തെ കോൺഗ്രസിൻ്റെ ജില്ലാ ട്രഷറർ മരണപ്പെടാനുള്ള കാരണക്കാരനാരായിരുന്നു? IC ബാലകൃഷ്ണൻ ആയിരുന്നില്ലേ? അവിടെ സഹകരണ ബാങ്ക് നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടികൾ വെട്ടിച്ചു. അതല്ലേ ശരിക്കും സംഭവിച്ചത്? അങ്ങനെ കോടികൾ വെട്ടിച്ചതിൻ്റെ ഫലമായി ആ പാവപ്പെട്ട മനുഷ്യനുണ്ടായ ബാധ്യത, ആ ബാധ്യത തീർക്കാൻ പോലും ശേഷിയില്ലാതെ വന്നതോടുകൂടി ഒരു ഭിന്നശേഷിക്കാരനായ സ്വന്തം മകനെ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്യേണ്ട ഗതികേടിലേക്ക് പോവുകയായിരുന്നു ഈ പറയുന്ന NM വിജയൻ എന്ന് പറയുന്ന നേതാവ്.
എന്നിട്ട് ആ കുടുംബത്തെ പോലും വഞ്ചിച്ച നേതാക്കന്മാരാണ് അവിടെയുള്ളവർ. അപ്പം എങ്ങനെയാണ് പിന്നെ സുൽത്താൻ ബത്തേരിയിൽ സ്വന്തം പാർട്ടിക്കാരനെ വഞ്ചിച്ച IC ബാലകൃഷ്ണനെ വിജയിപ്പിക്കുക? അപ്പോൾ ഈ വിജയിപ്പിക്കുമെന്ന് തന്നെ കരുതുക. അപ്പോഴുണ്ടാകുന്ന പ്രശ്നം ഒന്ന് ആലോചിച്ച് നോക്കൂ. സ്വന്തം ജനങ്ങളോട് എന്ത് നീതി പുലർത്താനാണ് IC ബാലകൃഷ്ണനെ പോലെ ഒരു നേതാവിന് കഴിയുക? പിന്നെ തന്നെയുമല്ല, ഇനി കൽപ്പറ്റയിലേക്ക് വന്ന് നോക്കിക്കോളൂ. കൽപ്പറ്റയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ല. കാരണം ആ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ടി സിദ്ദിഖ് എന്ന് പറയുന്ന നേതാവിൻ്റെ ഒരു പ്രാതിനിധ്യം അവിടെ ഉണ്ടായിരുന്നു. ടി സിദ്ദിഖ് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് രക്ഷാപ്രവർത്തനത്തിനിടയിൽ ടി സിദ്ദിഖ് ഉണ്ടായിരുന്നു. വേറെ കോൺഗ്രസ്സുകാരും ഇല്ലായിരുന്നെങ്കിൽ തന്നെയും. അപ്പോൾ അതുകൊണ്ട് ടി സിദ്ദിഖിന് വലിയ തരക്കേടില്ലാതെ പോകാൻ കഴിയുമെന്ന് മാത്രം. അതേസമയം IC ബാലകൃഷ്ണനോ, അതോടൊപ്പം പിന്നെ ഈ പറയുന്ന അവിടെ പിന്നെ മാനന്തവാടിയിലെ സ്ഥാനാർത്ഥിക്കോ ഇതൊന്നും അവിടെ സംഭവിക്കാൻ പോകുന്നില്ല. ഈ 2 സീറ്റുകൾ മിക്കവാറും വയനാട്ടിൽ കോൺഗ്രസിന് നഷ്ടപ്പെടും. കാരണം ഇതൊക്കെ തന്നെയാണ്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഘട്ടത്തിലും മുസ്ലിങ്ങളെ പറ്റിക്കാൻ കഴിയുമെന്നൊരു ധാരണ കോൺഗ്രസിനുണ്ടെങ്കിൽ അതങ്ങ് മാറ്റി വെച്ചേക്കൂ എന്ന് പറയാനേ പറ്റൂ. എല്ലാ ഘട്ടത്തിലും IC ബാലകൃഷ്ണൻ എന്ത് നേട്ടമാണ് വയനാടിന് വേണ്ടി ചെയ്തു കൊടുത്തത്, അല്ലെ ബത്തേരിക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്? ഈ ജനങ്ങളെ പറ്റിച്ചാണോ IC ബാലകൃഷ്ണൻ്റെ ഏറ്റവും പ്രാമുഖ്യമുള്ള അതിലെ പ്രതി ചേർക്കപ്പെട്ട ഒരു നേതാവ് കൂടിയല്ലേ IC ബാലകൃഷ്ണൻ? അവനെങ്ങനെയാണ് സുൽത്താൻ ബത്തേരിയിൽ ഇനിയൊരു ജയം ഉണ്ടാവുക? ജനങ്ങളെ പറ്റിച്ച നേതാവ് എന്നുള്ളൊരു പ്രസക്തി എപ്പോഴും IC ബാലകൃഷ്ണനെ ചുറ്റിപ്പറ്റി ഉണ്ടാകും എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി സത്യത്തിൽ വയനാട് എന്ന് പറയുന്ന ഒരു ജില്ലയെ എത്രത്തോളം അവഗണിക്കാമോ അത്രത്തോളം അവഗണിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എത്രത്തോളം അവഗണിക്കാമോ അത്രത്തോളം അവഗണിച്ചിരിക്കുന്നു. എങ്ങനെയൊക്കെ പറ്റിക്കാമോ അങ്ങനെയെല്ലാം വയനാടുകാരെ പറ്റിച്ചു. ഇനിയും വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അവിടെ പോകുന്നു, പിന്നെ അവർക്ക് ആ റിസോർട്ടിൽ അവർ താമസിക്കുന്നു, അവിടെ കോടിക്കണക്കിന് രൂപ പൊടിക്കുന്നു, പിന്നീട് വീട് വെച്ചു കൊടുക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്നൊരു പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധി വന്ന് നാടകം കളിച്ചിട്ട് തിരിച്ചു പോകുന്നു. ഇങ്ങനെ ഏതെല്ലാം തരത്തിലാണ് വയനാടുകാർ നിങ്ങളുടെ നാടകം ഇനി സഹിക്കേണ്ടത് എന്നുകൂടി KC വേണുഗോപാൽ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അവരെ. അതുകൊണ്ട് തന്നെയാണ് മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അവർ ചെരിപ്പൂരിയും കസേര വെറുക്കുകയും എറിഞ്ഞത്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ വയനാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിലത്തെ അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് ഈ വയനാട്ടിൽ വന്ന് ഇന്നുകൊണ്ട് KC വേണുഗോപാൽ പ്രസംഗിക്കുമ്പോൾ ഒരു അല്പം തൊലിക്കെട്ടി കൂടുതലുണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു.